എല്ലാവർക്കും വിനീതമായ നമസ്കാരം. വളരെ വ്യത്യസ്തമായ ഒരു പ്രോഗ്രാമാണ് ഈ സായം സന്ധ്യയിൽ കോട്ടയത്തെ പ്രമുഖ ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പായ ഡ്രീം സെറ്റേഴ്സും ദർശന സാംസ്കാരിക കേന്ദ്രവും ചേർന്ന് ഒരുക്കിയിരിക്കുന്നത്. അന്താരാഷ്ട്ര സംഘടനകളും അവർ നൽകുന്ന സേവനങ്ങൾ പലപ്പോഴും അറിയപ്പെടാതെ പോകുന്ന കാര്യങ്ങളെ പറ്റിയുള്ളതായ ഒരു സമഗ്രമായ ചർച്ചയും അതിനുള്ള പ്രതികരണവുമാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. ഈ ചടങ്ങിൽ ഞാനും നിങ്ങളും ഈ സായം സന്ധ്യയിൽ കടന്നു വന്നിരിക്കുന്നത് അന്താരാഷ്ട്ര സംഘടനകളും അറിയപ്പെടാതെ പോകുന്ന സേവനങ്ങളും എന്നാണ് ഈ ചർച്ചയ്ക്ക് പേരിട്ടിരിക്കുന്നത്. ഇവിടെ ഡ്രീം സെന്റേഴ്സിന്റെ ഡയറക്ടർ ശ്രീ AP തോമസ് സൂചിപ്പിച്ചതുപോലെ അന്താരാഷ്ട്ര സംഘടനകളായ ഏറ്റവും പ്രധാനപ്പെട്ട 5 സംഘടനകളുടെ നമ്മുടെ സമൂഹത്തിലെ മുഖ്യ പ്രാതിനിധ്യം വഹിക്കുന്ന വ്യക്തികളും അതോടൊപ്പം കഴിഞ്ഞ 25 വർഷമായി കോട്ടയത്ത് ഒരു സാംസ്കാരിക കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ദർശനയുടെയും പ്രതിനിധികളാണ് ഈ ചർച്ചയിലെ മുഖ്യ വിഷയം അവതരിപ്പിക്കുന്നവർ. ഇവിടെ പ്രതിനിധീകരിക്കുന്ന 5 വ്യക്തികളും 5 സുപ്രധാനമായ സംഘടനകളെ പ്രതിനിധീകരിക്കുന്നവരാണ്. 1905 സർ പോൾ ഹാരിസ് ആരംഭിച്ച റോട്ടറി ക്ലബ് പ്രസ്ഥാനം ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന അന്താരാഷ്ട്ര സംഘടനയെ അറിയപ്പെടുന്നു. അതിന് കാര്യകാല കണക്കുകളിലേക്ക് നമ്മൾ കടക്കുന്നുവെങ്കിലും 100 വർഷത്തിലേറെയായി ലോകത്തെമ്പാടും സെർവ് എബൌവ് സെൽഫ് എന്നുള്ള വലിയൊരു മുദ്രാവാക്യം ലോകത്ത് നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനയുടെ അസിസ്റ്റന്റ് ഗവർണർ ശ്രീ ദേവരാജൻ പോറ്റി റോട്ടറിയുടെ പ്രവർത്തനങ്ങളെപ്പറ്റി നമുക്ക് അറിയാൻ കഴിയാത്ത പ്രവർത്തനങ്ങളെപ്പറ്റി ഇവിടെ അവതരിപ്പിക്കുന്നതാണ്. പലപ്പോഴും ആളുകൾ പറയാറുണ്ട് അന്താരാഷ്ട്ര സംഘടനകൾ അവർ നൽകുന്ന പ്രവർത്തനത്തേക്കാൾ വലുതായി അവർ ആ പ്രവർത്തനത്തിന്റെ പബ്ലിക് ഇമേജ് ആഗ്രഹിക്കുന്നതിൽ പരാതി പലപ്പോഴും പറയാറുണ്ട്. എന്തെങ്കിലും സഹായ വിതരണം നടത്തിയാൽ അവ പത്രങ്ങളിലൂടെ മാധ്യമങ്ങളെ അറിയിക്കുവാൻ അന്താരാഷ്ട്ര സംഘടനകൾ ശ്രമിക്കുന്നതിൽ പരാതി സാധാരണ ആളുകൾ പലപ്പോഴും കാണിക്കാറുണ്ട്. 2, ഇത്തരം സംഘടനകൾ സമ്പന്നരുടെ ഒരു കുത്തകയാണ് എന്നും പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം സംഘടനകൾ പ്രവർത്തിക്കുന്നവരെ ഒരു കാലത്ത് ഒരു സൊസൈറ്റി ആളുകളുടെ പേരിൽ തന്നെ മാറ്റി നിർത്തുവാൻ പലപ്പോഴും ആളുകൾ ശ്രമിച്ചിരുന്നു. ഇതിൽ നിന്നും എത്രമാത്രം വ്യത്യസ്തമാണ് യാഥാർത്ഥ്യമെന്ന് അറിയിക്കുക എന്നുള്ളതായിരിക്കണം ഇന്നത്തെ ചർച്ചയുടെ മുഖ്യ വിഷയം. 5 സന്നദ്ധ സംഘടനകളും നിരവധി സേവന പ്രവർത്തനം നടത്താൻ അറിയിച്ചു. ഇതിനുള്ള ഫണ്ടിങ് ഇന്ത്യയിൽ നിന്നാണോ അതോ വിദേശത്തു നിന്നാണോ? 5 പേര് ആർക്കും ഒരാൾ പറഞ്ഞാൽ മതി. ഒരാൾ പറഞ്ഞാൽ ആ ഉത്തരം സ്വീകാര്യമാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് പറയേണ്ട, സ്വീകാര്യമല്ലെങ്കിൽ അല്ലാത്ത മറുപടി പറയാം. സമയം ലാഭിക്കാം. 5 പേര് ആർക്കും ചൂസ് ചെയ്യാം. വിദേശ ഫണ്ടുണ്ടോ? ജൂനിയർ ചെമ്പർ ഇന്റർനാഷണൽ ഇന്ത്യക്ക് വിദേശ ഫണ്ടുകളില്ല. മെമ്പർഷിപ്പ് ഫീസായിട്ട് ഒരു വ്യക്തിയിൽ നിന്ന്, ഒരു അംഗത്തിൽ നിന്ന് 400 രൂപ മാത്രം കളക്ട് ചെയ്യുകയും ഇതാണ് മെമ്പർഷിപ്പ് ഫീസായിട്ട് ഞങ്ങൾ സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ അതാത് സംഘടനകൾ, ലോക്കലിലുള്ള സംഘടനകളുടെ പ്രവർത്തനത്തിനായിട്ട് ഇല്ല. ഇതിനോട് ബാക്കി 4 സംഘടനകൾ യോജിക്കുന്നുണ്ടോ? ലയൺസ് ക്ലബ്സ് ഇന്റർനാഷണലിന് വിദേശ ഫണ്ട് ലഭിക്കുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ഒരു നല്ല പരിധിവരെ ഞങ്ങൾ ഇവിടെ നിന്ന് കളക്ട് ചെയ്യുന്ന ഞങ്ങളുടെ ക്ലബ്ബുകളുടെ പ്രവർത്തനങ്ങളിലൂടെ ഫണ്ട് റേസിംഗിലൂടെ എടുക്കുന്ന പണമാണ് ഞങ്ങൾ ചെലവാക്കുന്നത്. എന്നാൽ ക്ലബ്ബുകൾക്ക് ചെയ്യാവുന്നതിന്റെ പരിധിയിലപ്പുറമായിട്ട് വരുന്ന ആവശ്യങ്ങൾ, പ്രത്യേകിച്ച് ഈ സുനാമി അതുപോലുള്ള കറ്റാസ്ട്രോഫികൾ വരുമ്പോൾ ലോകത്തിൽ ആദ്യമായിട്ട് പ്രതികരിക്കുന്ന ഒരു സംഘടനയാണ് ലയൺസ് ക്ലബ്സ് ഇന്റർനാഷണലിന്റെ ഫണ്ടിംഗ് ആമായ ലയൺസ് ക്ലബ്സ് ഇന്റർനാഷണൽ LCIF. അത് ഏത് അടിയന്തര ഘട്ടത്തിലും ഞങ്ങൾ ആവശ്യപ്പെട്ടാൽ പണം ലഭിക്കാറുണ്ട്. ഉദാഹരണമായിട്ട് ഈ പ്രദേശത്ത് എന്ന് വെള്ളപ്പൊക്കത്തിന്റെ കെടുതി ഉണ്ടായാലും അന്നൊക്കെ ഞങ്ങൾ ആവശ്യപ്പെടുമ്പോഴൊക്കെ ലയൺസ് ക്ലബ്സ് ഇന്റർനാഷണൽ ഫൗണ്ടേഷനിൽ നിന്ന് ഞങ്ങൾക്ക് ഫണ്ട് കിട്ടാറുണ്ട്. എന്നാൽ സാധാരണ പ്രവർത്തനങ്ങൾക്ക് ക്ലബ്ബുകൾ ഫണ്ട് റേസിംഗിൽ കൂടെ സ്വരൂപിക്കുന്ന പണമാണ് ഉപയോഗിക്കുന്നത്. റോട്ടറിയൻ ദേവരാജനെ പറ്റി വ്യത്യസ്തമായി പറയാൻ റോട്ടറി നടത്തുന്ന വിവിധ മേഖലകളിലെ സേവനങ്ങൾക്ക് വേണ്ടിയുള്ള പണം നമ്മൾ ആപ്ലിക്കേഷൻ വഴി റോട്ടറി ഇന്റർനാഷണലിനെ അറിയിക്കുകയാണെങ്കിൽ അവിടെ നിന്നും, അതല്ലെങ്കിൽ ആ ആപ്ലിക്കേഷൻ സ്വീകരിച്ചുകൊണ്ട് മറ്റ് വിദേശങ്ങളിലെ ക്ലബ്ബുകളും കോൺട്രിബ്യൂഷൻ തരാറുണ്ട്. അതുപോലെ തന്നെ ഓരോ ക്ലബിലെ അംഗങ്ങളോടും
സേവന പദ്ധതികൾക്ക് വേണ്ടി കോൺട്രിബ്യൂഷൻ അങ്ങോട്ട് കൊടുക്കാനും പറയാറുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് തന്നെയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ സ്വീകരിച്ചുകൊണ്ട് നമ്മൾക്ക് ഇങ്ങോട്ടും കിട്ടുന്നത്. വൈസ്മാൻ നേനെ കോവൂർ. വളരെ നല്ലൊരു ചോദ്യമാണ് ഫണ്ടിന്റെ കാര്യം. ഫണ്ടില്ലെങ്കിൽ, ധനമില്ലെങ്കിൽ പ്രവർത്തനങ്ങളൊന്നും നടക്കില്ല. വൈസ്മാൻ ഇന്റർനാഷണലില് അതിന്റെ ഫണ്ട് അതിന്റെ മെമ്പേഴ്സിന്റെ കയ്യിൽ നിന്ന് പിരിക്കുന്നു. മെയിനായിട്ടുള്ള പ്രോജക്റ്റ് ചെയ്യണമെങ്കിൽ ടൈം ഓഫ് ഫാസ്റ്റ് എന്ന ഒരു ഫണ്ട് ഞങ്ങൾ സ്വരൂപിച്ചിട്ടുണ്ട്. അത് ഇന്ത്യയിൽ തന്നെ അത് സ്വരൂപിച്ചു വെച്ചിട്ട് ഇന്ത്യയിൽ ഉണ്ടാകുന്നതായിട്ടുള്ള ഇതുപോലെയുള്ള കെടുതികളൊക്കെ വരുന്ന സമയത്ത് അത് ആ ടൈം ഓഫ് ഫാസ്റ്റ് ഇന്ത്യയിൽ നിന്ന് അത് അതിന്റെ ഒരു ഫിനാൻസ് മാനേജറുണ്ട്. അദ്ദേഹം അതിന് വിദഗ്ധമായിട്ട് പഠിച്ചതിന് ശേഷം അതിന്റെ റെക്കമെൻഡേഷനൊക്കെ നോക്കിയതിന് ശേഷം അത് എത്രയും വേഗം എത്തിക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. റൗണ്ട് ടേബിൾ ഇന്ത്യൻ വെളിയിൽ നിന്ന് ഫോൺ ഫണ്ട്സ് എത്താറുണ്ട്. അത് വരുന്നത് ഡയറക്റ്റ് റൗണ്ട് ടേബിൾ ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്. സാധാരണ വരുന്ന ഫണ്ട്സ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ വെളിയിൽ നിന്നുള്ള ഫോറിനേഴ്സ് നമ്മൾ വിസിറ്റ് ചെയ്യുമ്പം അവർ നേരിട്ട് കണ്ട് അതിന്റെ ആവശ്യം കണ്ടിട്ടാണ് നമുക്ക് പണം വരുന്നത്. ഓക്കെ, താങ്ക് യു. 4 ക്ലബുകൾക്ക് പണം കിട്ടുന്നുണ്ട് എന്നാണ് പറഞ്ഞു. JDS ചെയർമാൻ പണം കിട്ടുന്നില്ല, ഇന്ത്യൻ ഫണ്ട് തന്നെ ഉപയോഗിക്കുന്നു പറഞ്ഞു. അതിനോടനുബന്ധമായ ചോദ്യം കൂടെ വായിക്കുന്ന പ്രയോജനകരമായിരിക്കും. എന്തുകൊണ്ട് ഇന്റർനാഷണലിലേക്ക് പണം അടച്ചിട്ട് തിരികെ നമ്മൾ പണം വാങ്ങിക്കുന്നു? ഈ പണം എന്തുകൊണ്ട് ഇവിടെ ഉപയോഗിച്ചുകൂടാ? ചോദ്യം ക്ലിയർ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഓരോ സംഘടനയും മെമ്പേഴ്സിന് വേണ്ടി ഏതാണ്ട് 2500-3000 രൂപകളൊക്കെ ഇന്റർനാഷണലിലേക്ക് ഇന്റർനാഷണൽ ഡ്യൂസ് ആയിട്ട് അടയ്ക്കുന്നു. ഈ പണത്തിന്റെ ഭാഗം മാത്രം തിരിച്ചു ലഭിക്കുന്നു. എന്തുകൊണ്ട് ഈ ഡ്യൂസ് ഇന്ത്യയിൽ തന്നെ സേവനത്തിന് വേണ്ടി ഉപയോഗിച്ചുകൂടാ? ഇതാണ് ചോദ്യം. ആർക്ക് വേണമെങ്കിലും ഇനീഷ്യേറ്റീവ് സംസാരിക്കും. ദേവരാജൻ. റോട്ടറിയിൽ ഇന്റർനാഷണൽ ഡ്യൂസ് അടയ്ക്കുന്നത് സേവന പദ്ധതികളിലെ ചെലവിന് വേണ്ടിയിട്ടല്ല, ഈ സംഘടനയുടെ നടത്തിപ്പിന് വേണ്ടിയിട്ടാണ് ഡ്യൂസ് അയച്ചു കൊടുക്കുന്നത്. പിന്നെ റോട്ടറി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ഒരു വ്യത്യസ്ത സംഘടന ഇതിനോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ആ സംഘടന എല്ലാ ക്ലബുകളിലെ നല്ല ആൾക്കാരോടും കോൺട്രിബ്യൂഷൻ ചോദിക്കാറുണ്ട്. അങ്ങനെ കോൺട്രിബ്യൂഷൻ ശേഖരിച്ചുകൊണ്ട് ഏതെങ്കിലും രാജ്യത്ത് ഏതെങ്കിലും മേഖലകളിൽ അടിയന്തരമായി സേവന പദ്ധതികൾ നടത്തണമെന്നുണ്ടെങ്കിൽ ഈ ഫണ്ടാണ് എടുത്ത് അങ്ങോട്ട് കൊടുക്കുന്നത്. ഇന്റർനാഷണൽ ഡ്യൂസ് ഒരിക്കലും സേവന പദ്ധതികൾക്ക് വേണ്ടി എടുക്കാറില്ല. റോട്ടറിയുടെ നടത്തിപ്പിന് വേണ്ടിയിട്ടാണ് ആ ഫണ്ട്. അതിനനുസരിച്ചുള്ള വകയെ ഡ്യൂസ് ആയിട്ട് മേടിക്കുന്നുണ്ട്. കോൺട്രിബ്യൂഷൻ ഓരോ മെമ്പറിനും ഫൗണ്ടേഷന് ഇഷ്ടംപോലെ കൊടുക്കാം. അത് ആ സ്ഥലത്തേക്ക് ചിലപ്പം വിനിയോഗിച്ചില്ലെന്നിരിക്കും. ഏതെങ്കിലും ഒരു മേഖലയിൽ അത്യാവശ്യമായിട്ട് ഒരു സേവന പദ്ധതി നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ഈ ഫണ്ട് ഉപയോഗിക്കാം. ഒരു ഇന്റർനാഷണൽ അസോസിയേഷൻ എന്നുള്ള നിലയിൽ അതിന്റെ അംഗത്വ ഫീസ് അടയ്ക്കേണ്ടത് ഇന്റർനാഷണലിലേക്കാണ്. എന്നാൽ ഞാൻ മുമ്പേ സൂചിപ്പിച്ച ലയൺസ് ക്ലബ്സ് ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ LCF-ന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പണം കളക്ട് ചെയ്ത് ഓരോ മെൽബിൻ ജോൺസ് ഫെലോഷിപ്പ് കോൺട്രിബ്യൂട്ടിംഗ് മെമ്പർ എന്നുള്ള നിലയിലൊക്കെ ഞങ്ങൾ ഈ സർവീസ് പ്രോജക്റ്റിന് വേണ്ടി പ്രത്യേക ഫണ്ട് കളക്ട് ചെയ്ത് അയച്ചു കൊടുക്കാറുണ്ട്. എന്നാൽ അതിന്റെ പ്രസക്തമായ ഭാഗം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്ന് അങ്ങോട്ട് അടയ്ക്കുന്നതിന്റെ പല മടങ്ങ് പണം തിരിച്ച് നമുക്ക് കിട്ടുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ ഇന്റർനാഷണൽ ഈ എമൗണ്ട് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് 700 രൂപയാണ് ഇപ്പം പിരിക്കുന്നത്. അതിനകത്ത് ഇന്റർനാഷണൽ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു വിഹിതം കൊടുത്തതിന് ശേഷം ബാക്കി എമൗണ്ട് ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകുന്നില്ല, ഇന്ത്യയിൽ തന്നെയാണ് അത് ലഭിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ എത്രയും വേഗം ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് പ്രോപ്പർ വേയിൽ ആ പ്രോജക്റ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എത്രയും വേഗം അതിന്റെ പണം ലഭിക്കത്തക്കവണ്ണം ഉള്ള സംവിധാനമാണ് വൈസ്മാൻ ഇന്റർനാഷണൽ ഉള്ളത്. റൗണ്ട് ടേബിളിന് ഇന്റർനാഷണൽ ഡ്യൂസ് ആയിട്ട് നമുക്ക് അടയ്ക്കാറുണ്ട്. ഉത്തരങ്ങൾ ക്ലിയർ ആണ്.